വീട് കുത്തിപ്പൊളിച്ച പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. വഴിക്കടവ് പൂവത്തിപ്പൊയിൽ വാക്കയിൽ അക്ബറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ രാമംകുത്തുള്ള വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച കേസിലാണ് പ്രതിയെ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂൺ 5-ന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. രാമംകുത്ത് സ്വദേശിനി അക്കരപ്പിടിക റുഖിയയുടെ വീടിന്റെ പുറകുവശം വാതിൽ പൊളിച്ച് അകത്ത് കയറിയ പ്രതി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 10,000 രൂപയും കവർച്ച ചെയ്തിരുന്നു. റുഖിയ, മകൻ നാസർ, ഭാര്യ ഷിഫാന, മക്കൾ എന്നിവരാണ് വീട്ടിൽ താമസം. നാസർ മൈസൂരുവിലേക്ക് പോയതിനാൽ റുഖിയ ഉൾപ്പെടെ എല്ലാവരും രാത്രി 9:45 വീട് പൂട്ടി തൊട്ടടുത്തുള്ള മകളുടെ വീട്ടിലേക്ക് പോയി. രാവിലെ 6-ന് റുഖിയ എത്തിയപ്പോൾ പൂട്ടിയ കിടപ്പുമുറി ഉൾപ്പെടെ തുറന്നതായി കണ്ടു. അലമാര കുത്തിത്തുറന്ന് സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലുമായിരുന്നു. അയൽവീട്ടിൽ നിന്നും എടുത്ത ഇരുമ്പ് പാര ഉപയോഗിച്ച് പൂട്ടുപൊളിച്ച് അടുക്കളവാതിൽ തുറന്നാണ് അകത്ത് കയറിയത്. തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി VK വിശ്വംഭരൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതി മേലാറ്റൂർ ഭാഗത്ത് ഒളിവിൽ താമസിച്ചു വരുന്നുണ്ടെന്ന് പോലീസിന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. മുൻപ് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട മറ്റൊരു മോഷണ കേസിലെ പ്രതിയോടൊപ്പമായിരുന്നു അക്ബർ താമസിച്ചിരുന്നത്. പ്രതി പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മോഷണ മുതലുകൾ വിറ്റ് ഗോവയിലും മറ്റും ആഡംബര ജീവിതം നയിക്കുന്ന പ്രതി കഴിഞ്ഞ തവണ നേപ്പാളിൽ വരെ കൂട്ടുപ്രതികളോടൊപ്പം ഉല്ലാസയാത്ര നടത്തിയിരുന്നു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അക്ബർ കഴിഞ്ഞ മെയ് അവസാനമാണ് ജയിൽ മോചിതനായത്. രാത്രികാലത്ത് ട്രെയിനിൽ വന്ന് ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. SI രതീഷ്, ASI സുനിത, CPO അനസ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ സാബിർ അലി, P സജീഷ്, CK സജേഷ്, കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് നൗ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.